ബിജെപിയും ഇത്തവണ അതീവ ജാഗ്രതയിലാണ്. കാരണം സംസ്ഥാനത്ത് ഒരേ ഒരു നിയമസഭാ സീറ്റാണ് അവർക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ആ നിയമസഭാ സീറ്റും നഷ്ടപ്പെട്ടു. ഇപ്പോൾ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കപ്പെട്ടു എന്ന അവകാശവാദം ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ നിയമസഭയിൽ പ്രാതിനിധ്യമില്ല. ഇത്തവണ വരാനിരിക്കുന്ന 2026 നിയമസഭയിൽ പ്രാതിനിധ്യം തിരിച്ചുണ്ടാക്കിയാൽ മാത്രം പോരാ, അത് ഒരു സീറ്റിൽ ഒതുങ്ങിയാൽ പോരാ. അങ്ങനെ ഈ അവകാശവാദങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അതൊക്കെ നിയമസഭയിലും പ്രകടമാക്കണമെന്നതാണ് സാഹചര്യം. ഇപ്പോൾ പുറത്തു വരുന്ന തെരഞ്ഞെടുപ്പ് വോട്ട് കണക്കുകളിൽ UDFന് BJPക്ക് വലിയ പ്രതീക്ഷ വയ്ക്കേണ്ടതുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയവും കോർപ്പറേഷൻ പിടിച്ചതുമൊക്കെ സാധ്യതയാണ്, നേട്ടമാണ്. പക്ഷേ സംസ്ഥാനാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ BJPക്ക് വോട്ട് ശതമാനത്തിൽ താഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്, താഴോട്ട് പോക്കാണ് ഉണ്ടായിരിക്കുന്നത് എന്നതുകൂടിയുണ്ട്. അത് BJPയെ വെല്ലുവിളിയാക്കുന്നുണ്ട്. പക്ഷേ BJP അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ ഒരുങ്ങുകയാണ്. എന്താണ് BJPയുടെ തന്ത്രങ്ങളും ആലോചനകളും നമുക്ക് നോക്കാം. BJP ഒരുങ്ങുന്നത് ഇങ്ങനെയാണ്. BJPയുടെ സാധ്യത, അവർ അതീവ ജാഗ്രതയിലാണ്. ഇത്തവണ മണ്ഡലങ്ങളുടെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് തയ്യാറെടുക്കുന്നു. ഒന്ന്, സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാനാണ് ഒരുങ്ങുന്നത്. സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കുക എന്ന് വെച്ചാൽ സാധ്യതകൾക്കനുസരിച്ച് മണ്ഡലങ്ങളെ തിരിച്ച് തന്ത്രം തയ്യാറാക്കുന്നതിനോടൊപ്പം സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ അവർ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഒന്ന്, ഈ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാനുള്ള നീക്കമാണ്. അതായത് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ മികച്ച സ്ഥാനാർത്ഥികൾ, അത് BJP കുറച്ച് നാളുകളായി പയറ്റുന്ന ഒരു തന്ത്രമാണ്. ഇത്തവണയും അത് പയറ്റും. അങ്ങനെയെങ്കിൽ ചില മുഖങ്ങൾ ഉറപ്പായും സ്ഥാനാർത്ഥികളാവുമെന്ന് ഉറപ്പാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മത്സരിക്കുന്ന BJPയുടെ പതിവ് മുഖങ്ങൾ ഉണ്ടാവും. ഒപ്പം തന്നെ രണ്ട് പേർ ഇത്തവണ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഒന്ന്, സംസ്ഥാനാധ്യക്ഷനടക്കം മത്സര രംഗത്തുണ്ടാകുമെന്ന ഇക്കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. അതായത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് താൻ മത്സരരംഗത്തുണ്ടാകുമെന്ന കാര്യം പറയുന്നത്. നേമത്ത് തന്നെ താൻ മത്സരിക്കുന്ന അദ്ദേഹം പ്രഖ്യാപനം നടത്തിയതാണ്. BJPയിൽ അങ്ങനെ ഒരു ശൈലിയില്ല, പക്ഷേ അദ്ദേഹം നേരത്തെ തന്നെ നടത്തി. തൊട്ടു പിന്നാലെ V മുരളീധരനും തനിക്ക് കഴക്കൂട്ടത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. താൻ മത്സരിക്കുമെന്നല്ല, താല്പര്യമുണ്ട്. സ്വാഭാവികമായും മത്സരിക്കുമെന്ന് തന്നെയാണ് ഉറപ്പ്. കഴിഞ്ഞ തവണയും മുരളീധരൻ മത്സരിച്ച ഇടമാണ്. അപ്പോൾ ഉറപ്പാണ് രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും നേമത്തും കഴക്കൂട്ടത്തുമായി മത്സരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇത്തവണ BJPക്ക് എത്ര മികച്ച പ്രകടനം നടത്താനാകും എന്ന ചോദ്യമാണ്. അവിടെ നിയമസഭയിലേക്ക് തിരിച്ചെത്തിയാൽ മാത്രം പോരാ, നിയമസഭാ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് കൂടി അവർക്ക് ഉണ്ടാക്കേണ്ടി വരും എന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി BJPക്ക് മുന്നിലുണ്ട്. നമുക്ക് പരിശോധിക്കാം. VV അരുൺ ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, നമ്മുടെ BJPയുടെ സാധ്യതകളിലേക്ക് വരുമ്പോൾ BJP അവരിങ്ങനെ വോട്ട് ശതമാനത്തിൽ 25% വർധനവെന്ന അമിത്ഷായുടെ പ്രഖ്യാപനത്തിനോടൊപ്പം എത്താൻ ഒട്ടും കഴിഞ്ഞില്ല. 17-18% മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അവർക്ക് നേടാനാവുന്ന വോട്ടുകൾ. നിയമസഭയിലേക്ക് വരുമ്പോൾ കേരളം BJP പിടിക്കും എന്ന അവകാശവാദം അവർക്ക് മുന്നോട്ട് വെക്കണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ സീറ്റുകൾ ജയിക്കണം. അതിന് എന്താണ് സാധ്യത? BJPയുടെ ആലോചന എന്താണ്? ഈ പ്രായോഗിക കണക്കുകളുമായി ചേർന്ന് പോകുന്ന ആലോചനകൾ തന്നെയാണോ BJPയുടെ? ഈ 2026 കേരളം പിടിക്കുമെന്നൊരു പ്രഖ്യാപനത്തിന് ഇപ്പോഴത്തെ BJP നേതൃത്വം തയ്യാറാകുമോ എന്ന് അറിയില്ല. നേരത്തെ 2021 തന്നെ K. സുരേന്ദ്രൻ, അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ, അത്തരം ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു. 35 സീറ്റ് കിട്ടിയാൽ നമ്മൾ കേരളം ഭരിക്കാൻ പോവുകയാണെന്നൊക്കെ വലിയൊരു യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ നേതൃത്വം അതിന് തയ്യാറാകുമോ എന്നറിയില്ല. പക്ഷേ അവർക്ക് പടിപടിയായ ലക്ഷ്യങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. 2026 അല്ലെങ്കിൽ 36 എങ്കിലും ആകുമ്പോൾ ഭരണം പിടിക്കുക എന്ന വലിയ ലക്ഷ്യം അവർക്ക് മുന്നിലുണ്ട്. അത് മുന്നിൽ കണ്ടുള്ള ഒരു നീക്കമാണ്. ഇത്തവണ നിർണായകമായ ഒരു സ്വാധീന ശക്തിയായി മാറുക. അത് വോട്ടിംഗ് ശതമാനത്തിൽ മാത്രമല്ല, സീറ്റുകളുടെ കണക്കിലും അങ്ങനെ ഒരു ലക്ഷ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേമത്ത് ഒരു തവണ അവർ വിജയിച്ചതാണ്. 2016 O. രാജഗോപാൽ വിജയിച്ചതാണ്. ആ ഒരു വിജയ തുടർച്ച അവർക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേമത്ത് V. ശിവൻകുട്ടിയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പോയി പറഞ്ഞതുപോലെ നേമത്തെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞു. അത് പൂട്ടിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് തൃശ്ശൂരിൽ വലിയ വിജയം, അവർക്ക് അപ്രതീക്ഷിത വിജയമെന്ന് തന്നെ ഒരുപക്ഷെ പറയേണ്ടി വരും അവിടെ ഉണ്ടായത്. അതിൻ്റെ തുടർച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ നിലനിർത്താൻ കഴിഞ്ഞു എന്ന ചോദ്യത്തിൽ ഇല്ല എന്നാകും മറുപടി. പക്ഷേ ഈ തിരുവനന്തപുരം നഗരസഭ പിടിക്കുന്നത് ചെറിയൊരു ഊർജ്ജമല്ല BJPക്ക് നൽകുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ ഉൾപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ എന്ന തിരുവനന്തപുരം മണ്ഡലം. ഈ 4 പിന്നീട് കോളത്തിൻ്റെ ഭാഗങ്ങൾ കൂടി വരുന്നുണ്ട് മണ്ഡലത്തിൽ. പക്ഷേ ഈ 4 ഇടങ്ങളിലും വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും വട്ടിയൂർക്കാവും നേമത്തുമാണ് വലിയ മുന്നേറ്റം BJPക്ക്. നേരത്തെ അവർക്ക് സ്വാധീനമുള്ള 2 മണ്ഡലങ്ങളാണ് രണ്ടും. അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. കഴക്കൂട്ടത്ത് 10 സീറ്റിലേറെ വന്നാൽ നഗരഭരണം പിടിക്കാമെന്നൊരു ആത്മവിശ്വാസം BJP നേതാക്കൾ പങ്കുവച്ചിരുന്നു. അവിടെയും അതുണ്ടായി. കഴക്കൂട്ടത്തും BJPക്ക് സ്വാഭാവികമായി വലിയ ശക്തിയുള്ളൊരു മണ്ഡലമാണ്. ഈ കഴക്കൂട്ടം
കഴക്കൂട്ടം മണ്ഡലത്തിൽ വി മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ റൂട്ടിൽ തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. അതിനും ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമുള്ളത് BJPയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ദേശീയ നേതൃത്വം പാർലമെന്ററി ബോർഡ് ചേർന്നാണ് നിയമസഭാ സ്ഥാനാർത്ഥികൾക്ക് പ്രഖ്യാപിക്കേണ്ടത്. പക്ഷേ അതിലേക്ക് വളരെ മുമ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരുന്നു. വലിയൊരു അമ്പരപ്പത് BJP നേതാക്കൾ പോലും ഉണ്ടാക്കി. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? പക്ഷേ ഇതൊരു നാക്കുപിഴയാണോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ നേമത്ത് മത്സരിക്കുമെന്ന് തന്നെ അദ്ദേഹം ഒരു സംശയത്തിനും ഇട നൽകാതെ അദ്ദേഹം പ്രഖ്യാപിച്ചു. അവിടെ സ്ഥാനാർത്ഥി ഉറപ്പായി കഴിഞ്ഞു. കഴക്കൂട്ടത്ത് വി മുരളീധരൻ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം തന്നെ അവിടെയും മത്സരിക്കും. വട്ടിയൂർക്കാവിൽ പല പേരുകൾ, ഏറ്റവും ഒടുവിൽ മുൻ DGP ആർ ശ്രീലേഖ അടക്കം പേരുകൾ സജീവമായി തന്നെ പറഞ്ഞു കേൾക്കുന്നു. ഒരുപക്ഷെ അവിടെ പേര് മാറ്റമൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ അവർ സ്ഥാനാർത്ഥികൾ ഇതിനകം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ്. ആറ്റിങ്ങൽ BJP വലിയ വളർച്ച നേടുന്ന ഒരു മണ്ഡലമാണ്. കാട്ടാക്കട BJPക്ക് സംഘടനാപരമായി വോട്ടുകൾ എണ്ണത്തിൽ വലിയ വളർച്ചയുള്ള മണ്ഡലമാണ്. ഇങ്ങനെ നഗരത്തിൽ 3-4 സീറ്റുകളെങ്കിലും പിടിക്കാമെന്നൊരു ശുഭപ്രതീക്ഷ BJPക്കുണ്ട്. ഏറ്റവും ഒടുവിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരത്തിൻ്റെ ആറ്റിങ്ങലിലേക്ക് പ്രകടനം വലിയ പ്രതീക്ഷ അവർക്ക് നൽകിയതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ BJPയുടെ പ്രതീക്ഷകൾ സജീവമാണ്. തിരുവനന്തപുരത്തെങ്കിലും ഒറ്റ സീറ്റ് എന്നുള്ളതല്ല, 2-3 സീറ്റെങ്കിലും പിടിക്കാനാകുന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂരിൽ അവർ വലിയ വിജയപ്രതീക്ഷ കാണുന്ന സ്ഥലങ്ങളുണ്ട്. പാലക്കാട് മണ്ഡലം ഇപ്പോഴത്തെ UDFൻ്റെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. പക്ഷേ അവിടെ BJPക്ക് വിജയിച്ച് വരാം. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ലൈംഗിക പീഡന കേസിലൊക്കെ പ്രതിയായ ഒരു MLA അവിടെ നിൽക്കുമ്പോൾ അവിടെ വീണ്ടും രാഹുലിന് സീറ്റ് നൽകുമെന്ന കാര്യത്തൊക്കെ സംശയമുണ്ട്. ആ പാലക്കാട് അനായാസം ജയിച്ചു വരാമെന്നവർ കരുതുന്നു. തൃശ്ശൂരിൽ തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, പാലക്കാട് ജില്ലയിലെ മറ്റു ചില മണ്ഡലങ്ങൾ അവർ ആ വലിയ പ്രതീക്ഷയോടെ കൂടി കാണുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഒരു സീറ്റും ജയിക്കാമെന്നവർ ഉറപ്പായും പ്രതീക്ഷിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് ഒരുപക്ഷെ KS സുരേന്ദ്രൻ അദ്ദേഹം ഒരുപക്ഷെ 2016 സാങ്കേതികമായി പരാജയപ്പെട്ടു പോവുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു അവസ്ഥ അവർക്ക് വലിയ മുന്നേറ്റം അവർക്ക് അവിടെ ഉണ്ട്. അത്തരത്തിൽ ഈ കണക്ക് എന്തായാലും അക്കൗണ്ട് തുറക്കുന്നതിനപ്പുറത്തേക്ക് ഒരു 10 സീറ്റുകളെങ്കിലും ലഭിക്കുന്ന തരത്തിലേക്ക് വളരാം എന്നൊരു പ്രതീക്ഷയാണ് BJPക്കുള്ളത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളും ഒക്കെ അതിനവർക്ക് വലിയ ഊർജ്ജവും പ്രതീക്ഷയും നൽകുന്നുണ്ട് എന്നതും വസ്തുതയാണ്. യെസ്, അതാണ് BJPയുടെ സാധ്യതകൾ. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനത്തിനപ്പുറത്തേക്ക് ചില നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ വോട്ട് വർധനവും മേൽക്കോയ്മയും അവർക്ക് തിരുവനന്തപുരം ജില്ലയിൽ അടക്കം ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് BJPക്ക് നൽകുന്ന പ്രതീക്ഷ. എന്തായാലും വളരെ നന്ദി അരുൺ.